ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അതീവ രുചികരമായ ഒരു പിക്കിളാണ്. നമ്മുടെ പഴയ നാടൻ അമ്പഴങ്ങ അച്ചാർ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ അമ്പഴങ്ങ. ഒരുപാട് ഫൈബറൊക്കെ ഉള്ളതാണ്. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ അമ്പഴങ്ങ ഉപ്പിലിട്ടതും അമ്പഴങ്ങ അച്ചാറും ഒക്കെ തയ്യാറാക്കിയിരുന്നു. ഇത് നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അമ്പഴങ്ങ ചെറുതായിട്ട് നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കണം. നല്ല വെയിലുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് ഉണങ്ങി ഇടുന്നതാണ് നല്ലത്. ഇപ്പം മഴ സമയമായതുകൊണ്ട് ഞാനിത് നല്ലെണ്ണയിലൊന്ന് വഴറ്റി എടുത്തിട്ടാണ് ഇടുന്നത്. ഒരു 75 ഗ്രാം നല്ലെണ്ണ ഒരു പാനിലൊഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ നാലായിട്ട് കീറി വെച്ചിരിക്കുന്ന അമ്പഴങ്ങയായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റി ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി ഒരുവിധം മൊരിഞ്ഞ് വരുന്ന പരുവത്തിൽ നമുക്കിത് കോരി വയ്ക്കണം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന ഈ അമ്പഴങ്ങ നന്നായി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അച്ചാറിന് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, 3-4 പച്ചമുളക്, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, 5-8 അല്ലി വെളുത്തുള്ളി അല്ലി കീറിയെടുത്തത്. അപ്പം നമ്മുടെ അമ്പഴങ്ങ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പൊടി ചോറിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു പിക്കിളാണിത്, അമ്പഴങ്ങ പിക്കിള്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് ഈ പിക്കിള് നമുക്ക് തയ്യാറാക്കി വെച്ചാൽ കൂടുതൽ ദിവസം കേടാകാതെ ഇരിക്കുന്ന ഒരു പിക്കിളാണ്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. നല്ല വെയിലുള്ള സമയങ്ങളിൽ അമ്പഴങ്ങ ഇതുപോലെ കീറി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു ദിവസം വെയിലിൽ ഉണങ്ങിയിട്ട് അച്ചാറിട്ടാലും വളരെ നല്ലതാണ്. ഇപ്പോൾ നന്നായിട്ട് ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി അതിലേക്ക് നമ്മൾ വഴറ്റി കോരി വെച്ചിരിക്കുന്ന അമ്പഴങ്ങ ചേർത്ത് കൊടുക്കാം. അമ്പഴങ്ങയും ചേർത്ത് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സമയം കൂടി ഒരു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചൊന്ന് വഴറ്റി എടുക്കണം. അപ്പം ഒട്ടും വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. കാരണം അമ്പഴങ്ങയിൽ നല്ലപോലെ വെള്ളം ഉള്ളതാണ്. ആ വെള്ളം മയമൊക്കെ ഒന്ന് മാറി വരണം. അതിനായിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.